ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കായി പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? ജീവിതത്തിൽ ഏകാന്തത അനുഭവിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എനിക്ക് ആരുമില്ല, എന്നെ ആർക്കും വേണ്ട എന്ന തോന്നൽ നിങ്ങളെ ഡിപ്രഷനിലോട്ട് നയിച്ചേക്കാം. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വരെ അത് വളരെ മോശമായി ബാധിച്ചേക്കാം. അപ്പോൾ അങ്ങനെയൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കേട്ടു നോക്കൂ. കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ നശിപ്പിച്ച് കളയാതെ ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ വെൽക്കം ടു ആദിഷ് ഗാലറി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിപ്പ് നമ്പർ 1: നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. മറ്റാരുടെയും ഇഷ്ടത്തിനു വേണ്ടി നമ്മൾ ഒന്നും മാറ്റിവെക്കരുത്. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സന്തോഷവും കിട്ടില്ല, പകരം നിരാശ ആയിരിക്കും ഫലം. ഒറ്റപ്പെടൽ അതിൻ്റെ അനന്തരഫലമായി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള, ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. ടിപ്പ് നമ്പർ 2: ലവ് യുവർ സെൽഫ്. സ്വയം നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക. എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസം മതി. സ്വയം സ്നേഹിക്കാത്തവർ മറ്റുള്ളവരുടെ സ്നേഹത്തിനായി അലയും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അവരൊന്ന് വേദനിപ്പിച്ചാൽ തീർന്നു, നിരാശയും സങ്കടവുമായിരിക്കും ഫലം. എന്തിനങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹത്തിനു വേണ്ടി അലയണം? ലവ് യുവർ സെൽഫ്. നമുക്ക് നമ്മൾ മതി. സ്വയം സ്നേഹിക്കുക. ടിപ്പ് നമ്പർ 3: ഹെൽപ്പ് അതേഴ്സ്. മറ്റുള്ളവരെ സഹായിക്കുക. അതുവഴി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം ഒരു മതിപ്പ് തോന്നും. നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാവുകയും ചെയ്യും. ടിപ്പ് നമ്പർ 4: ഒറ്റയ്ക്കിരിക്കുന്ന സമയം ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുക. ഇതുവഴി അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് ഒരു പരിധിവരെ നമുക്ക് തടയാനും സാധിക്കും. ഡു വാട്ട് യു ലവ്. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 5: റീഡിംഗ്. വായന ഒരു ശീലമാക്കുക. ഇതുവഴി ഒരുപാട് പുതിയ അറിവുകളും നല്ല കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് വരുവാനും മൈൻഡ് ഒന്ന് റിലാക്സ് ആകുവാനും റീഡിംഗ് സഹായിക്കും. നെക്സ്റ്റ് ടിപ്പ് നമ്പർ 6: ധ്യാനം, യോഗ. ദിവസേന നിങ്ങൾ ധ്യാനിക്കുക. ഒരു സമയം ധ്യാനത്തിനായി മാറ്റിവെക്കുക. ദുഃഖം അകറ്റാനും മനസ്സിനെ ശാന്തമാക്കാനും ഇത് സഹായിക്കും. ആരോഗ്യമുള്ള മനസ്സിനെ ആരോഗ്യമുള്ള മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സും ശരീരവും ആരോഗ്യമായി നിലനിൽക്കണമെങ്കിൽ ദിവസേന ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ധ്യാനം ചെയ്യണം. നെക്സ്റ്റ്: നിങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന, നിങ്ങളെപ്പറ്റി എപ്പോഴും നെഗറ്റീവ് പറയുന്നവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. ഗുഡ് ഫ്രണ്ട്സിനെ സറൗണ്ടിങ്സിൽ നിർത്തുക. ബി എ ഗുഡ് ഫ്രണ്ട്. നിങ്ങളൊരു ഗുഡ് ഫ്രണ്ട് ആകുകയും നിങ്ങൾക്ക് ചുറ്റിനും ഗുഡ് ഫ്രണ്ട്സിനെ നിർത്തുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സ് എന്നും ശാന്തമായും ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നിന്നും മുക്തമാകുവാനും ഇത് സഹായിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം ഒന്നേയുള്ളൂ, അത് വെറുതെ വിഷമിപ്പിച്ച് നശിപ്പിച്ചു കളയാതെ ഹാപ്പിയായി എൻജോയ് ചെയ്തിരിക്കൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.